ഇതിപ്പോൾ നോർമൽ ഒരു സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്നോ അതേപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതേപോലെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നല്ല 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ വി ഷേപ്പിൽ ഒന്ന് ഞാൻ ഈ വരച്ചിരിക്കുന്ന പോലെ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡ് ഇതേപോലെ തയ്യൽ തുമ്പിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടാൽ മതി കേട്ടോ. അങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ വി ഷേപ്പ് വരുന്നിടത്ത് വൃത്തിയായിട്ട് ബാക്കി വരുന്ന ക്ലോത്ത് കട്ട് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അങ്ങ് തിരിച്ചിടുക. ഇതേപോലെ അങ്ങ് തിരിച്ചിടുക. തിരിച്ചിടുമ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും. ഇത് ഒന്ന് നമുക്ക് ഇതിനകത്തൂടെ വെച്ച് പതിച്ചടിക്കാം കേട്ടോ. ആ ഫിനിഷിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്തൂടെ വെച്ച് പതിച്ചടിക്കുന്നത്. ഇങ്ങനെ 2 പീസാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്, അതായത് 2 സ്ലീവിന് വേണ്ടിയിട്ട്. ഇനി എന്ന് പറയുന്നത് നമ്മളിവിടെ ഇതേപോലെ ഞാൻ 2 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 3 ഇഞ്ച് 4 ഇഞ്ചൊക്കെ എടുക്കാം. 4 ഇഞ്ചൊക്കെ എടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ നല്ല വശത്ത് ഒരു പീസിൻ്റെ നല്ല വശത്ത് നമ്മൾ ഈ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തത് വയ്ക്കുക. അതിനുശേഷം നല്ല വശം ചേർത്ത് വെച്ചാണ് ഈ ക്ലോത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് നമ്മൾ ഇതേപോലെ സൈഡ് അടിച്ചെടുക്കുന്നു. എന്നിട്ട് ഇതിനെ അങ്ങ് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഈ തിരിച്ചിടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അന്നേരം തന്നെ ഇവിടെ വെച്ച് പതിച്ചടിക്കാം. ആ സൈഡ് നമുക്കിങ്ങനെ പിടിച്ച് വെച്ച് ഇതേപോലെ പതിച്ചടിക്കാം. അന്നേരം കറക്റ്റായിട്ട് അങ്ങ് ഇരിക്കും. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഇതെന്ന് പറയുന്നത് ചീത്ത വശത്ത് നമ്മളിപ്പോൾ അടിച്ച ആ പാർട്ടില്ലേ അതിൻ്റെ നല്ല വശം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. സെൻറ്റർ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയതിന് ശേഷം സെൻറ്റർ നേരെ കറക്റ്റാക്കി വയ്ക്കുക. എന്നിട്ട് ഒരറ്റത്തുനിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇത് തോനെ തയ്യൽ തുമ്പ് വേണമെന്നില്ല കേട്ടോ. തുടക്കക്കാരൊക്കെ ആകുമ്പോൾ 1/2 ഇഞ്ച് ഇടാം, അല്ലെങ്കിൽ 1/4 ഇഞ്ചൊക്കെ മതിയാവും. എന്നിട്ട് ഇതിനെ ഇതേപോലെ തിരിച്ച് പിടിക്കുക. കണ്ടോ, ഇതേപോലെ നീറ്റായിട്ട് കിട്ടും കേട്ടോ. കുറച്ചും കൂടെ വീതിയാണെങ്കിൽ ഇതിനെങ്കിലും ഭംഗിയായിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ പിൻകുത്തിയിൽ അവിടെ ബട്ടണൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ തൽക്കാലം ബട്ടൺ വയ്ക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഇതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ കൂടെ വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.